ലക്ഷദ്വീപിലെ പണ്ടാരഭൂമി ഏറ്റെടുക്കാനുള്ള ദ്വീപ് ഭരണകൂടത്തിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ലക്ഷദ്വീപ് നിവാസികൾ നൽകിയ ഒരു കൂട്ടം ഹർജികൾ പരിഗണിച്ചാണ് കോടതിയുടെ നിർണായക ഉത്തരവ്. പണ്ടാരഭൂമിയുടെ സർവേയും ഭൂമിയുടെ പുനർവർഗീകരണവും കോടതി റദ്ദാക്കി. ലക്ഷദ്വീപിലെ പണ്ടാരഭൂമി ഉടമസ്ഥാവകാശ തർക്കത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ദ്വീപ് നിവാസികൾ നൽകിയ ഹർജി അനുവദിച്ച ഹൈക്കോടതി പണ്ടാരഭൂമി ഏറ്റെടുക്കാനുള്ള ദ്വീപ് ഭരണകൂടത്തിന്റെ ഉത്തരവ് റദ്ദാക്കി. തലമുറകളായി ദ്വീപ് നിവാസികൾ താമസിച്ചിരുന്ന ഭൂമി ടൂറിസം ആവശ്യങ്ങൾക്കെന്ന പേരിൽ ഏറ്റെടുക്കാനായിരുന്നു ഭരണകൂടത്തിന്റെ നീക്കം. ഇതോടെ 3117 വീടുകൾ, 431 വ്യവസായ കെട്ടിടങ്ങൾ, 70 ആരാധനാലയങ്ങൾ, 662 മറ്റ് കെട്ടിടങ്ങൾ എന്നിവ പൊളിച്ചു മാറ്റേണ്ടി വരുമായിരുന്നു. തിരിച്ചുപിടിക്കുന്ന ഭൂമിക്ക് ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കില്ല എന്നതായിരുന്നു ഏറ്റവും കിരാതമായ വ്യവസ്ഥ. ഇതിനെതിരെ ലക്ഷദ്വീപ് നിവാസികൾ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ പരിഗണിച്ച കോടതി തുടർ നടപടികളെല്ലാം നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. ജന്മം ഭൂമി, പണ്ടാരം ഭൂമി എന്നിങ്ങനെയുള്ള ഭൂമികളാണ് ദ്വീപിലുള്ളതെന്നും ഇതിൽ പണ്ടാരം ഭൂമി സർക്കാർ ഉടമസ്ഥതയിലുള്ളതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പിടിച്ചെടുക്കൽ നോട്ടീസ് നൽകിയത്. കൃഷിക്കും മറ്റുമായി പാട്ടത്തിന് നൽകിയതാണെന്നും അതിലവർക്ക് ഉടമസ്ഥാവകാശമില്ലെന്നുമായിരുന്നു ഭരണകൂടത്തിൻ്റെ വാദം. എന്നാൽ ഈ വാദം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഹർജികളിൽ വിശദമായ വാദം കേട്ട കോടതി അന്തിമ വിധിയിൽ ലക്ഷദ്വീപ് ഭരണകൂടത്തിൻ്റെ ഉത്തരവ് റദ്ദാക്കി. നടപടി കേന്ദ്ര ഭരണകൂടത്തിന് തിരിച്ചടിയും ദ്വീപ് നിവാസികൾക്ക് ആശ്വാസവുമായി. കൈരളി ന്യൂസ്, കൊച്ചി.